നിരുപമനായ യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠനാമത്തിൽ എല്ലാവരെയും സ്നേഹവന്ദനം അറിയിക്കുന്നു. നമുക്ക് വീണ്ടും ഇന്ന് എക്സ്ട്രാ ഒരു ക്ലാസ് ആണ് എന്നിരുന്നാലും കുറച്ചു പേർക്ക് കടന്നു വരുവാൻ ദൈവം തന്ന സാവകാശത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഇന്നത്തെ വചന പഠന ക്ലാസ്സിലേക്ക് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥനയോടുകൂടി കടന്നു വരാം. നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. യഹോവയായ ദൈവം ആദാമിനെ അവന്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യൻ നന്മതിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയി തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈ നീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടി പറിച്ചു തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ചു. അവനെ എടുത്തിരുന്ന നിലത്തെ കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു. ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് തെരുവുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. കാളിന്റെ ജ്വാലയുമായി നിർത്തി. ഓക്കെ, 7-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു. ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു, തങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞ് അത്തിയില കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരയാട് ഉണ്ടാക്കി. ആമേൻ. നമുക്ക് ഈ ഭാഗത്തേക്ക് കടന്നു വരാം. ദൈവം തന്റെ സ്നേഹത്തിന്റെ ഔന്നിത്യ കൊടിയിൽ നിന്നുകൊണ്ട് മനുഷ്യനെ സ്നേഹിക്കുന്നു. അവന്റെ സ്നേഹത്തിന് ഉപാധികളൊന്നുമില്ല. അവന്റെ സ്നേഹം അതിന്റെ പരമ കോടിയിൽ തന്നെ നമ്മെ ഓരോരുത്തരെയും അവൻ സ്നേഹിക്കുന്നു. വ്യവസ്ഥകൾക്ക് അതീതമായി, വ്യവസ്ഥകൾ കൂടാതെ. നമുക്കെയും ഈ ഭാഗങ്ങള് പഠിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വിവിധ നിലകളിൽ വിവിധ വ്യക്തികൾക്ക് വിവിധങ്ങളായ ആവശ്യമനുസരിച്ച് വിവിധ വിഭവങ്ങൾ വിളമ്പിത്തരുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഓരോരുത്തരുടെയും ആത്മീയ ആവശ്യങ്ങൾ അനുസരിച്ച് പരിശുദ്ധാത്മാവ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ട അന്നം നൽകി തന്നുകൊണ്ടിരിക്കും. എനിക്ക് നിങ്ങളുടെ ആരുടെയും ആത്മീയ ആവശ്യം എന്താണെന്ന് അറിയത്തില്ല, എന്നാൽ പരിശുദ്ധാത്മാവിനറിയാം. ആമേൻ. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ഓരോരുത്തർക്കും വേണ്ടത് തന്നുകൊണ്ടിരിക്കും. ഞാൻ സൺഡേ സ്കൂളിൽ പഠിച്ചപ്പോൾ, അല്ലെങ്കിൽ നമ്മളൊക്കെ മിക്കവാറും പഠിച്ചിരിക്കുന്നത്, ആദാമും ഹവ്വയും അനുസരണക്കേട് കാണിച്ചു. അവർ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം അവർ പറിച്ച് അവർ തിന്നു. അനുസരണക്കേട് കാണിച്ചു. ദൈവം കൈയോടെ പിടിച്ചു. അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി, ആട്ടിപ്പുറത്താക്കി, ചവിട്ടിപ്പുറത്താക്കി. ഇതെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആണ് പഠിച്ചിരിക്കുന്നത്. അവരെ ആട്ടിപ്പുറത്താക്കി കളഞ്ഞു. അവരെ കിക്ക് ഔട്ട് ചെയ്ത് കളഞ്ഞു ഏദൻ തോട്ടത്തിൽ നിന്ന്. ഇവിടെ നാം അവിടെ എഴുതിയിരിക്കുന്നു. ഇവിടെ നാം ഇപ്പോ വായിച്ച ഭാഗം ആദ്യം 7-ാം വാക്യത്തില് വായിക്കുന്നു. അവർ അത്തിയില തുന്നി അവർക്ക് അരയാട ഉണ്ടാക്കി. നഗ്നത മറയ്ക്കുവാൻ അഗ്നിയില തുന്നി അവർക്ക് അരയാട ഉണ്ടാക്കി. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു. പക്ഷെ പ്രശ്നം, 2 ദിവസം കഴിഞ്ഞപ്പോ ഇല ഉണങ്ങി വാടി, ഇത് ഉപയോഗിക്കാൻ കൊള്ളുകയില്ല. തന്നെയുമല്ല, ഇല കൊണ്ട് നമ്മുടെ വസ്ത്രം ഉണ്ടാക്കി നടന്നാൽ തന്നെ അത് എത്രമാത്രം നിലനിൽക്കുന്നതാണ്. അതിന് വലിയ നിലനിൽപ്പില്ല. എന്നാൽ ഓരോരുത്തരെയും, സ്ത്രീയെയും അതിനുശേഷം ആദമിനെയും അതിനുശേഷം പൈശാചികനെയും ഓരോരുത്തരെയും ദൈവം 1 by 1 ആയി പിടികൂടുകയും അവരുടെ മേൽ ശാപ വാക്കുകൾ
അഴിച്ചുവിടുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം നാം അത് കണ്ടു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ആ ഭാഗമൊക്കെ, തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഈ ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ ചിന്തിച്ചത്. ബൈ ദ വൈ, തിങ്കളാഴ്ചത്തെ റെഫറൻസ് നമ്പർ 33, ഇന്നലത്തേത് 34, ഇന്നത്തെ 35. റെക്കോർഡ് കേൾക്കാനായിട്ടുള്ള റെഫറൻസ് നമ്പർ 33, 34, 35. ശാപവാക്കുകളൊക്കെയും കർത്താവ് യഹോവയായ ദൈവം അഴിച്ചുവിടുകയും ഒക്കെ ചെയ്തു. എങ്കിലും അവൻ നിസ്സഹായരായിട്ട് ഒന്നും അറിയാത്തവരെ പോലെ തെറ്റിലകപ്പെട്ടു പോയ 2 തന്റെ ക്രൗൺ ക്രീച്ചേഴ്സ് നിൽക്കുകയാണ്. തന്റെ സൃഷ്ടിയുടെ മകുടോദാഹരണം 2 കൈമലർത്തി ദൈവത്തിന്റെ മുഖത്തേക്ക് വായും പൊളിച്ചുകൊണ്ട് നോക്കി നിൽക്കുക. അവർക്ക് തെറ്റിപ്പോയെന്ന് അവർക്ക് മനസ്സിലായി. ഇനി എന്നാ ചെയ്യേണ്ടെന്ന് അവർക്ക് അറിയത്തില്ല. ദൈവം ആദ്യമായിട്ട് അവരോട് കോപിച്ചു. അവര് വളരെ നിസ്സഹായരായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നന്മയും അറിയത്തില്ല, തിന്മയും അറിയത്തില്ല. ഇനി അടുത്തത്, അങ്ങനെ നിസ്സഹായരായിട്ട് വളരെ ലിമിറ്റേഷൻസ് ഉള്ള, പരിമിതികളുള്ള ഇല കൊണ്ട് തുന്നി വസ്ത്രമൊക്കെ ഉപയോഗിച്ച് 2 പേരും കൈകോർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെ യഹോവയായ ദൈവത്തിന്റെ മുൻപിൽ നിൽക്കുക, വായും പൊളിച്ച് ആ മുഖത്തേക്ക് നോക്കി നിൽക്കുക. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ദൈവം വഴക്ക് പറഞ്ഞു, ഒരുപാട് ശാസിച്ചു. അങ്ങനെ, കാരണം ഞാൻ പറഞ്ഞതിനൊക്കെ ഞാൻ പിന്നീട് കുറച്ച് കഴിയുമ്പോൾ വിശദീകരിക്കാം. നന്മയും എന്താണെന്ന് അറിയത്തില്ല, തിന്മയും എന്താണെന്ന് അറിയാത്ത നിഷ്കളങ്കരായ 2 വ്യക്തികൾ ദൈവത്തിന്റെ മുൻപിൽ നിൽക്കുകയാ, എന്ത് ചെയ്യുമെന്നറിയാതെ കൈമലർത്തിക്കൊണ്ട്. ദൈവം സഹതാപം തോന്നി അവൻ പെട്ടെന്ന് ഒരാടിനെ കൊന്നു. ആടിനെ കൊന്നിട്ട് അതിന്റെ തോല് എടുത്ത് അത് വെയിലത്തിട്ട് ഉണക്കി അത് വേണ്ട പരുവമായപ്പോൾ, ചിലപ്പം 1, 2, 3, 4 ഒരാഴ്ച വേണ്ട അത്രയും ദിവസം അത് ഉണക്കി. അപ്പൊ നാം പലപ്പോഴും പഠിക്കുന്നത് പോലെ അവർ തെറ്റ് ചെയ്തു, ഉടനെ തന്നെ അവരെ പുറത്താക്കുകയല്ല ചെയ്തത്. വേണ്ടവണ്ണം തോല് എടുത്ത് ഉണക്കിയ ശേഷം ആ തോല് കൊണ്ട് എങ്ങനെയാണ് ഒരു വസ്ത്രം ഉണ്ടാക്കുന്നത് എന്ന് യഹോവയായ ദൈവം അവരെ പഠിപ്പിച്ച് അവരെ കാണിച്ചു കൊടുത്തു. ഇങ്ങനെയാണ് വസ്ത്രം ഉണ്ടാക്കുന്നതെന്ന്. അതിനുശേഷം അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. എൻ്റെ മൂത്ത മകള് അന്നക്കുട്ടി എന്ന് ഞങ്ങളൊക്കെ വിളിക്കുന്നത്, അവിടെ അടുത്ത സമയത്ത് കോളേജ് സ്റ്റേഷനിൽ, ഇവിടുന്ന് 2.5 മണിക്കൂർ ദൂരമുള്ള കോളേജ് സ്റ്റേഷനിൽ ബിസിനസ് മാനേജ്മെന്റ് പഠിക്കുവാനായിട്ട് ഇപ്പൊ 1 വർഷമായിട്ട് ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോയി. ഞങ്ങളുടെ കൂടെ ഈ കഴിഞ്ഞ 12 വർഷം, ഞങ്ങളുടെ കൂടെ ഈ കഴിഞ്ഞ 10-18 വർഷം ഞങ്ങളുടെ കൂടെ ജീവിച്ചു. 19 വർഷം ജീവിച്ചു. ഞങ്ങൾ ഒരുമിച്ച് പല വീടുകളിൽ, അപ്പാർട്ട്മെന്റുകളിൽ ഒക്കെയായി ജീവിച്ചു. അവള് ലോകം കണ്ടതിലേക്കും ഏറ്റവും നല്ല പെർഫെക്റ്റ് കുട്ടിയൊന്നുമല്ല. അനുസരണക്കേട് ഒരുപാട് കാണിച്ചിട്ടുണ്ട്, അനുസരിച്ചിട്ടുണ്ട്, വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, നല്ല ചുട്ട അടി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയും ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ അവള് മൂലം കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞ് അവൾ കോളേജ് സ്റ്റേഷനിലേക്ക് പോയപ്പോ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് വിട്ടുമാറുകയാണ്. കാരണം ഇനിയും ഒരു പക്ഷെങ്കിൽ തിരിച്ച് ഞങ്ങളുടെ കൂടെ ഒരു സ്ഥിരതാമസം ഉണ്ടായെന്ന് വരികയില്ല. കാരണം ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ വേറെ എവിടെ ആയിരിക്കും ജോലി കിട്ടുന്നതെന്ന് അറിയത്തില്ല. അപ്പോ അങ്ങോട്ടങ്ങ് പോകും. അത് കഴിഞ്ഞ് പതുക്കെ വിവാഹം, ഇങ്ങനെയൊക്കെയുള്ള വിഷയം കൊണ്ട് നമുക്കറിയത്തില്ല. ഞങ്ങൾക്കറിയത്തില്ല ഇനിയും അവള് തിരിച്ച് ഞങ്ങളുടെ കൂടെ വന്ന് സ്ഥിരമായി താമസിക്കുമോ എന്ന് ഞങ്ങൾക്കറിയത്തില്ല. അവള്, ഞാൻ പറഞ്ഞു, ഏറ്റവും നല്ല കുട്ടിയൊന്നുമല്ല, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ ഇവിടുന്ന് പോകുന്നതിന്റെ തലേ ദിവസം ഞങ്ങള് അവളെ വിളിച്ചിരുത്തി. ഞങ്ങളെല്ലാരും കൂടെ പ്രാർത്ഥിച്ചു. ഞങ്ങൾ ലോർഡ് സപ്പർ എടുത്തു. ഞങ്ങളവിടെ, ഞാനും എൻ്റെ ഭാര്യയും
അവിടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അവളെ അനുഗ്രഹിച്ചു. വേണ്ട ഉപദേശങ്ങളൊക്കെ അവൾക്ക് നൽകി കൊടുത്തു. കാരണം അവളൊരു പെൺകുട്ടിയാണ്, ഒറ്റയ്ക്ക് താമസിക്കുവാൻ പോവുകയാണ്. ഇതുവരെയും എന്തെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ പെട്ടെന്ന് ഫോൺ ചെയ്താൽ മതി, ഡാഡി മമ്മി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ഓടിച്ചെല്ലും. ഇനിയും 2.5 മണിക്കൂർ ദൂരമായി ഇവിടെ. ഇനി അതുപോലെ പഴയതുപോലെ ഞങ്ങൾക്ക് ഓടിച്ചെല്ലുവാൻ ഒക്കത്തില്ല. ഈ ലോകത്തിലേക്ക് ഇറക്കി വിടുകയാണ്. വഷളത്വം നിറഞ്ഞ ആന്റി സോഷ്യൽ എലമെന്റ്സ് ഒക്കെ ഉള്ള, മറ്റ് വലിയ പ്രശ്നങ്ങളൊക്കെ ഉള്ള, പൈശാചികന്റെ കുൽസിത പ്രവൃത്തികളൊക്കെയും നിറഞ്ഞ ഒരു ലോകത്തിലേക്ക് ഒറ്റയ്ക്ക് ഇറക്കി വിടുകയാണ്. ഞങ്ങള് വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുത്തു. ഞാൻ വേണ്ട ഉപദേശങ്ങൾ കൊടുത്തു, എന്റെ ഭാര്യ ആ പെൺകുട്ടിക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുത്തു. വേറെ ആരെങ്കിലും എന്തെങ്കിലും വാങ്ങിച്ചു തന്നാലോ, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, നാമ സൂക്ഷിക്കണം വാങ്ങിച്ച് കഴിക്കുന്ന കാര്യം. ഇങ്ങനെയൊക്കെയുള്ള വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുത്തു. എല്ലാം കൊടുത്ത് പ്രാർത്ഥിച്ച് അടുത്ത ദിവസം പോകുന്നതിന് മുമ്പ് ഞങ്ങൾ അവിടെ കൊണ്ടാക്കി. വീണ്ടും ഞങ്ങൾ അവിടെ റൂമിൽ ഇരുന്ന് എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചു. അവിടെ തലയിൽ ഓരോരുത്തരും, ഞാനും റൈനായും ഇളയ 2 കുഞ്ഞുങ്ങളും എല്ലാവരും കൂടെ കൂടി വട്ടം നിന്ന് അവിടെ, ഇടയ കുഞ്ഞുങ്ങൾ അവിടെ തോളത്ത് കൈവച്ച്, ഞങ്ങൾ 2 പേരും അവിടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് അവളെ പറഞ്ഞയച്ചു. ഇതിൽ നിന്ന് എന്താ മനസ്സിലാകുന്നത്? നമ്മൾ മനുഷ്യര് ഇങ്ങനെ ചെയ്യുന്നത് അല്ലെ? മനുഷ്യരിങ്ങനെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, അവള് ഏറ്റവും അനുസരണമുള്ള കുട്ടിയൊന്നുമല്ല. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, അടി കൊടുത്തിട്ടുണ്ട്. എല്ലാ കാര്യവും ഞാൻ പറഞ്ഞു ഒന്നും കേട്ട് ഏറ്റവും നല്ലതായിട്ടല്ല വളർന്നു വന്നത്. എന്നാൽ ഇതിന്റെ ഒക്കെയും വെളിച്ചത്തിൽ ഞങ്ങളെ വിട്ട് പോയപ്പോൾ, ഞങ്ങളിൽ നിന്ന് അകന്ന് മാറിയപ്പോൾ ഞങ്ങൾ അവരെ അനുഗ്രഹിച്ചു. വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുത്താ വിട്ടത്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുന്നു, ദൈവം, യഹോവയായ ദൈവം തോലുകൊണ്ട് അവർക്ക് ഉടുപ്പുണ്ടാക്കി, അരയാട ഉണ്ടാക്കി അവരെ കാണിച്ചു കൊടുത്തു. എങ്ങനെയാ ഇത് ഉണ്ടാക്കേണ്ടതെന്ന്, എങ്ങനെയാ ഇത് ഉടുക്കേണ്ടതെന്ന് കാണിച്ചു കൊടുത്ത് അവരെ ഉടുപ്പിച്ചിട്ട് അവരെ ഇനിയും ചില കാരണത്താൽ, ആ കാരണം പിന്നീട് ഞാൻ പറയാം, ഏദൻ തോട്ടത്തിന്റെ ഉള്ളിൽ അവരെ നിർത്തുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അവരെ അനുഗ്രഹിച്ച് ഏദൻ തോട്ടത്തിന്റെ പുറത്തേക്ക് പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞാൽ അവിടെ എഴുതിയിരിക്കുന്നത്, നമുക്കൊന്നുകൂടെ വായിക്കാം. 23-ാമത്തെ വാക്യം. അവനെ എടുത്തിരുന്ന നിലത്തെ കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കി. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് therefore, അതുകൊണ്ട്, ആയതുകൊണ്ട്. അപ്പോൾ അതിന് മുമ്പിൽ എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ മുമ്പിലത്തെ വാക്യം എന്താണെന്ന് നോക്കാം. മലയാളത്തിൽ ആയതുകൊണ്ട് എന്നുള്ള വാക്യമില്ല. യഹോവയായ ദൈവം മനുഷ്യൻ നന്മതിന്മകളെ അറിയുവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയി തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു തിന്ന് എന്നേക്കും ജീവിക്കുവാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ചു. therefore, അതുകൊണ്ട് എന്ന് ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലില്ല. therefore the Lord God sent him forth from the Garden of Eden to till the ground from whence he was taken. അവിടെ എഴുതിയിരിക്കുന്നത് ആയത് കാരണം, മുകളിൽ പറഞ്ഞിരിക്കുന്ന ജീവവൃക്ഷത്തിന്റെ ഫലം കൂടി തിന്ന് എന്നേക്കും ജീവിക്കുവാൻ ഇട വരരുത്. ആയത് കാരണം യഹോവയായ ദൈവം സെൻഡ് ഹിം ഫോർത്ത് എന്ന് എഴുതിയിരിക്കുന്നത്. മലയാളത്തിൽ പുറത്താക്കി കളഞ്ഞത്, ഇംഗ്ലീഷില് പറഞ്ഞയച്ചെന്ന. അവനെ ഏദൻ തോട്ടത്തിന് പുറത്തേക്ക് സെൻഡ് ഹിം ഫോർത്ത്, അവനെ പറഞ്ഞയച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. അവനെ ചവിട്ടി പുറത്താക്കുകയല്ലായിരുന്നു, ആട്ടിക്കളയുകയല്ലായിരുന്നു. ഇതൊന്നും അല്ല ചെയ്തത്. ദൈവം അവനെ അനുഗ്രഹിച്ച് അവന് വേണ്ട അരയാടെ ഉണ്ടാക്കി അവനെ ഉടുപ്പിച്ച്
അവനെ ഏദൻ തോട്ടത്തിന്റെ പുറത്തേക്ക് അവനെ അനുഗ്രഹിച്ചു പറഞ്ഞു വിട്ടു. യഹോവയായ ദൈവം പാപം ചെയ്ത ആദാമിന്റെ അടുത്തേക്ക് വരുമ്പോൾ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് വരുന്നത്. ആദാം നഗ്നനെന്ന് കണ്ട് അവൻ കാടിന്റെ വൃക്ഷത്തിന്റെ മറവിൽ അവൻ ഒളിച്ചിരുന്നു. നഗ്നനെന്ന് കണ്ട് അവൻ വൃക്ഷത്തിന്റെ മറവിൽ അവൻ ഒളിച്ചിരുന്നു. യഹോവയായ ദൈവം എന്ത് പറഞ്ഞുകൊണ്ടാ വരുന്നതെന്ന് അറിയാമോ? എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? നീ എവിടെയെന്ന് ചോദിച്ചു. ആദാമേ നീ എവിടെ? ആദാമേ നീ എവിടെ? ദൈവത്തിനറിയാം ഇതില്ലേ, എവിടെ ഒളിഞ്ഞിരിപ്പുണ്ടെന്നും അറിയാം, പാപം ചെയ്തെന്നും അറിയാം, ഫലം പറിച്ചു തിന്നെന്നും ഒക്കെ അറിയാം അല്ലേ. എന്നാൽ ദൈവം ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നീ എന്ത് ചെയ്തെന്നല്ല ചോദിക്കുന്നതാണോ? അല്ല, നീ എവിടെ? തെറ്റുകാരനാ, ഇവൻ തെറ്റ് ചെയ്തവന് ദൈവത്തിനത് അറിയാം. അപ്പോൾ നമ്മുടെ ലോജിക്ക് അനുസരിച്ച് നാച്ചുറലി നമ്മൾ ചോദിക്കേണ്ടത് എന്താ? നീ എന്തായി ചെയ്തെന്ന. അവൻ ആ മരത്തിന്റെ പുറകിൽ ഒളിച്ചിരിപ്പുണ്ടെന്ന് ദൈവത്തിനറിയാം. നീ ഇതെന്തിനാ ചെയ്തെന്നാ ചോദിക്കുന്നത്. വൈ ഡിഡ് യു ഡു ദിസ്? നീ എന്തിനിത് ചെയ്തെന്നാ ചോദിക്കേണ്ടത്. മറിച്ച് അതല്ല ദൈവം ചോദിച്ചത്. അതിനൊരു പ്രാധാന്യമുണ്ട്. നീ എവിടെ? ആദാമേ നീ എവിടെ? ആദാമേ നീ എവിടെ എന്ന് ചോദിച്ചതിന് അതിലൊരു വലിയ സ്നേഹസമുദ്രം ഒളിഞ്ഞിരിപ്പുണ്ട്. സ്നേഹത്തിന്റെ ഒരു വലിയ സമുദ്രം ആ വാക്കിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ആദാമേ നീ എവിടെ എന്ന് പറഞ്ഞാൽ പൈശാചികന് വശംബദനായി അനുസരണക്കേട് കാണിച്ച ആദാമേ നീ ഇപ്പോൾ അപകട മേഖലയിൽ നിൽക്കുകയാണ്. നിന്നെ വഞ്ചിച്ച പിശാച് ഏത് സമയവും നിന്നെ പിച്ച് ചീന്തി കളയും. നീ എന്ത് ചെയ്തു എന്നുള്ളതല്ല വിഷയം, അത് ഞാൻ ഫിക്സ് ചെയ്തോളാം. പക്ഷെ നീ ഇപ്പം നിൽക്കുന്നത് അപകടം പിടിച്ചൊരു മേഖലയിലാണ്, അപകടം പിടിച്ച ഏരിയയിലാണ് നീ നിൽക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ മരത്തിന്റെ ചുവട്ടിൽ നിന്ന് നീ എന്റെ അടുത്ത് വന്ന് എന്റെ കൈക്കീഴിൽ നീ അഭയം പ്രാപിച്ചുകൊള്ളുക, എന്റെ കയ്യിൽ കയറി പിടിച്ചുകൊള്ളുക. ആദാമേ നീ അപകട മേഖലയിലാണ് നിൽക്കുന്നത്. ആമേൻ. ദൈവം നമ്മോടും ഇതൊക്കെയാ പലപ്പോഴും പറയുന്നത്. മനുഷ്യപുത്ര നമ്മളോടും, സഹോദര സഹോദരി, നീ എവിടെ? നീ എന്ത് ചെയ്തു എന്നുള്ളത് ഞാൻ ഫിക്സ് ചെയ്തോളാം. പക്ഷെ നീ എവിടാ നിൽക്കുന്നത്? ആദാമേ നീ എവിടാ നിൽക്കുന്നത്? നീ നിൽക്കുന്ന സ്ഥലം അത്ര സേഫ് അല്ല, അതൊരു ഡേഞ്ചറസ് സോണാണ്. ഏതു സമയവും നിന്നെ വശീകരിച്ച പിശാച് ഇനിയും അവന് നീ അധികാരപത്രം സൈൻ ചെയ്ത് കൊടുത്തത് മൂലം നിന്നെ ഏതു സമയവും അവൻ പിച്ച് ചീന്തിക്കളയും. എത്രയും പെട്ടെന്ന് ആ മരത്തിന്റെ പുറകിൽ നിന്ന് എന്റെ അടുത്തോടി വരിക, ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്തോളാം. വന്നു കഴിഞ്ഞ് നീ ചെയ്ത കാര്യമൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. നിന്നെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് എന്റെ വിഷയം. അതാണ് ആദാമേ നീ എവിടെ? നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നതിന് പകരം ആദാമേ നീ എവിടാന്ന് ചോദിച്ചതിന്റെ ഒരു കാരണമാണ്. കർത്താവ് ഇന്നും നമ്മളോടൊക്കെ ചോദിക്കുന്നതാ, എവിടെയാ നീ ഒളിഞ്ഞിരിക്കുന്നത്? നീ എന്ത് ചെയ്തു എന്നുള്ളത് ഞാൻ ഫിക്സ് ചെയ്യാം. പക്ഷെ ആദ്യം നീ എന്റെ അടുത്തേക്ക് വരിക. ആദ്യം നീ കൃപാസനത്തിന്റെ അടുത്തേക്ക് വരിക. അവിടെ വരുമ്പോ ഞാൻ നിന്നെ അവിടെ കണ്ടോളാം. അവിടെ വെച്ച് നിന്റെ പ്രശ്നമൊക്കെ ഞാൻ തീർത്തു തരാം. പക്ഷെ ആദ്യം നീ കൃപാസനത്തിന്റെ അടുത്തേക്ക് വരണം. എന്നാലേ എനിക്കത് തീർക്കാൻ പറ്റത്തുള്ളൂ. നീ നിൽക്കുന്ന മേഖല അപകടം നിറഞ്ഞതാണ്. അതുകൊണ്ട് കൃപാസനത്തിന്റെ അടുത്തേക്ക് നീ ഓടി എത്തിക്കൊള്ളുക. ഇത് നമ്മളോടുള്ള മെസ്സേജാ. കൃപാസനത്തിന്റെ അടുത്തേക്ക് നീ എത്രയും പെട്ടെന്ന് നീ ഓടി വന്നുകൊള്ളുക. ആദാമേ നീ എവിടെ? ആഡം വേർ ആർ യു? നീ എവിടെ? അത് കഴിഞ്ഞ് അവരോട് ചോദ്യങ്ങളെല്ലാം ക്രോസ് വിസ്താരങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ ശേഷം അവർക്ക് തോല കൊണ്ട് അരയാട ഉണ്ടാക്കി അവരെ ഏദൻ തോട്ടത്തിന് പുറത്തേക്ക്
പറഞ്ഞയച്ചു. കാരണം അവർ ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ തിന്ന്, ഏദൻ തോട്ടത്തിൽ നിൽക്കുന്ന ജീവവൃക്ഷത്തിന്റെ ഫലം കൂടി തിന്ന് എന്നേക്കും ജീവിക്കുവാൻ ഇടവരാതിരിക്കേണ്ടതിന് അവർ ഏദൻ തോട്ടത്തിന്റെ പുറത്തേക്ക് പറഞ്ഞു വിട്ടേച്ച് പറഞ്ഞു, ഇവിടൊക്കെ ചുറ്റും പറ്റിയൊക്കെ നിന്നോണം, ഈ ഏദൻ തോട്ടത്തിനോട് ചുറ്റിപ്പറ്റിയൊക്കെ നിന്നോണം, ഒരുപാട് ദൂരെ ഒന്നും പോകരുത്. ഞാൻ എന്റെ അനുമാനം കുറച്ചുകൂടെ മുൻപോട്ട് നീക്കുക, ഒരുപാട് ദൂരെ ഒന്നും പോകല്ല്, ഇതിന്റെ ചുറ്റും പറ്റിയൊക്കെ നിന്നോണം. കാരണം എനിക്ക് എന്റെ കണ്ണെത്താവുന്ന ദൂരത്തൊക്കെ നിന്നോണം, ഞാൻ എപ്പോഴും കൂടെ ഉണ്ട്. അതുകൊണ്ട് നിലത്ത് നിന്ന് ഇനിയും നിലത്ത് കൃഷി ചെയ്തോണം, കൃഷി ചെയ്ത് അധ്വാനിച്ച് വേണം ഇനിയും. അതുകൊണ്ട് കൃഷി ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് ഇന്ന ഏരിയയിലൊക്കെ നല്ല വളക്കൂറുള്ള മണ്ണാണ്, അവിടെയൊക്കെ കൃഷി ചെയ്ത് ആഹാരം കഴിച്ചോണം, വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുത്തു. ഈ ഏദൻ തോട്ടത്തിനോട് ചുറ്റിപ്പറ്റിയൊക്കെ നിൽക്കണം, ഒരുപാട് ദൂരെ പോകരുത്, എന്റെ കൺവട്ടത്ത് തന്നെ നിന്നോണം, എന്റെ കണ്ണെത്താവുന്നതിനപ്പുറം പോകരുത്. അതുകൊണ്ട് പൈശാചിയെ നിന്നെ പിച്ചു ചീന്തുവാനുള്ള സാധ്യതകൾ വളരെ ഉണ്ട്. ഞാൻ നിന്നെ തൽക്കാലത്തേക്ക് ഈ ഏദൻ തോട്ടത്തിന് പുറത്തേക്ക് ഞാൻ പറഞ്ഞു വിടുകയാ. എന്റെ അനുഗ്രഹം മുഴുവൻ നിന്റെ മേലുണ്ട്, എന്റെ നന്മ മുഴുവൻ നിന്റെ മേലുണ്ട്. നിന്നെ ഞാൻ ശപിച്ചിട്ടില്ല, നിന്നെ ഞാൻ സൃഷ്ടിച്ചപ്പോഴേ നിന്നെ ഞാൻ അനുഗ്രഹിച്ച ദൈവമാ. നിന്നെ ഞാൻ തൽക്കാലത്തേക്കൊന്ന് പറഞ്ഞു വിടുക. തൽക്കാലത്തേക്ക് പറഞ്ഞു വിടുന്നത് നീ ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു തിന്ന് എന്നേക്കും ജീവിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാനൊരു പ്രോഗ്രാം ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഞാനൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും എന്ന ഒരു വലിയ പദ്ധതി ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ നിന്നെ ഇതിനകത്തേക്ക് തിരികെ കൊണ്ടുവരുന്ന ഒരു സുദിനം വരാൻ പോകുന്നു. അതിനുവേണ്ടി ഞാൻ ചില പരിപാടികൾ ഇടുകയാണ്, അതിനുവേണ്ടി ഞാൻ ചില പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ്. നിന്നെ ഈ ഏദൻതോട്ടത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ, നിന്നെ യോഗ്യനാക്കി തീർക്കുവാൻ, പാപം ചെയ്ത് പിശാചിന്റെ വലയിൽ അകപ്പെട്ട നിന്നെ യോഗ്യനാക്കി തീർക്കുവാൻ ഞാനൊരു പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. ആ പദ്ധതി തീർന്നു കഴിഞ്ഞാലുടൻ ഞാൻ നിന്നെ ഈ ഏദൻ തോട്ടത്തിലേക്ക് വീണ്ടും പ്രവേശിപ്പിക്കാം. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെന്നുള്ള പദ്ധതി, യേശുക്രിസ്തുവിനെ അയക്കും എന്നുള്ള പദ്ധതി, അതോടുകൂടി ആദാമിന്റെ പാപം തീരും, ആദാമ്യ വർഗത്തിന്റെ പാപം തീരുമെന്നുള്ള പദ്ധതി, അതോടുകൂടി സഹസ്രാബ്ദ സാമ്രാജ്യമാകുന്ന ആദാമ്യ പർദീസയിലേക്ക് വീണ്ടും തിരികെ പ്രവേശനം ലഭിക്കും എന്നുള്ള ദൈവത്തിന്റെ പദ്ധതി പൂർത്തിയാകുവാൻ വേണ്ടി ആദാമ്യ വംശം മുഴുവൻ നോക്കി കാതോർത്തിരിക്കുകയാ. ദൈവം പറഞ്ഞ ആ ശബ്ദത്തിന് കാതോർത്തിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് വേണ്ട ഉപദേശങ്ങളെല്ലാം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതാ നമ്മുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകം. ഓൺ ദ വേയില് ആദാമിന്റെ തലമുറ കഴിഞ്ഞപ്പോൾ അടുത്ത തലമുറ തലമുറകൾ കൈമാറി മുൻപോട്ട് പോയപ്പോൾ, തലമുറകൾ മാറി മുൻപോട്ട് പോയപ്പോൾ വേണ്ട ഉപദേശങ്ങളെല്ലാം ദൈവം കൊടുക്കുവാൻ, വേണ്ട നന്മകളും അനുഗ്രഹങ്ങളും ഇൻസ്ട്രക്ഷൻസും എല്ലാം ദൈവം കൊടുക്കുവാൻ അവൻ വേദപുസ്തകത്തിൽ കൂടി പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചു, രാജാക്കന്മാരെ എഴുന്നേൽപ്പിച്ചു. അങ്ങനെ അവര് വേണ്ടതെല്ലാം നമുക്ക് നൽകി. നല്ല ലീഡേഴ്സിനെ എഴുന്നേൽപ്പിച്ചു. അവര് വേണ്ട ഉപദേശങ്ങളെല്ലാം നമുക്ക് നൽകി തന്നു. ദൈവത്തിന്റെ ആ പദ്ധതി, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും എന്ന പദ്ധതി പൂർത്തീകരിക്കുന്നതുവരെ ഫൈനലി യേശുക്രിസ്തുവിനെ തന്നു. ആ യേശു സ്ത്രീയുടെ സന്തതിയായ സർപ്പത്തിന്റെ തല തകർത്തു. ഇനിയും ആ സഹസ്രാബ്ദ സാമ്രാജ്യത്തിലേക്ക്, അല്ലെങ്കിൽ ആദാം വസിച്ച പഴയ ആദാമ്യ പർദീസയിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുവാൻ അവൻ പദ്ധതിയിട്ടിരിക്കുക. ഇതാ ദൈവത്തിന്റെ സ്നേഹം. ദൈവം അവിടുന്ന് കിക്ക് ഔട്ട് ചെയ്തില്ല ആദാമിനെ ഹവ്വായി. ദൈവം അവരെ ആട്ടി പുറത്താക്കിയില്ല. ദൈവം അവരെ അനുഗ്രഹിച്ച് He sent them forth. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് He sent them forth. അവരെ പറഞ്ഞയച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. അവരെ പുറത്തോട്ട് പറഞ്ഞയച്ചു. എന്തിനാ പുറത്തേക്ക് പറഞ്ഞയച്ചത്? തിരികെ അവരെ ആദാമ്യ പർദീസയിലേക്ക് കൊണ്ടുവരുവാൻ. തിരികെ നമ്മെ ഓരോരുത്തരെയും ആദാമ്യ പർദീസയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം പ്ലാനും പദ്ധതിയും ഇട്ടിട്ട് നമ്മെ ഏദൻ തോട്ടത്തിന് പുറത്തേക്ക് പറഞ്ഞയച്ചു. നമുക്ക് 22-ാമത്തെ വാക്യം. യഹോവയായ ദൈവം മനുഷ്യൻ നന്മതിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയി തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ചതിന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ചു.
2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം ഒന്ന് വായിക്കാം നമുക്ക്. കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷവും തോട്ടത്തിന് നടുവിൽ ജീവവൃക്ഷവും നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്തു നിന്ന് മുളപ്പിച്ചു. അപ്പോൾ തോട്ടത്തില് അനേക വൃക്ഷങ്ങളുണ്ട്. എന്നാൽ പ്രധാനപ്പെട്ട എത്ര വൃക്ഷമുണ്ടെന്ന് അറിയാമോ? അവിടെ പറയുന്നത് 2 വൃക്ഷം. 2 വൃക്ഷം. ഏതൊക്കെയാ 2 വൃക്ഷം? ഒന്ന് നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം, 2 ജീവന്റെ വൃക്ഷം. പ്രധാനപ്പെട്ട 2 വൃക്ഷമുണ്ട്. നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവ് തരുന്ന വൃക്ഷം, അതുപോലെ ജീവന്റെ വൃക്ഷം. ആ പേരിൽ നിന്ന് തന്നെ ആ വൃക്ഷത്തിന്റെ ഫലം കഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് നമുക്കറിയാം. നന്മ തിന്മകളെ കുറിച്ച് അറിവ് തരുന്ന വൃക്ഷത്തിന്റെ ഫലം കഴിച്ചാൽ നന്മ എന്ത് തിന്മ എന്ത് എന്ന് തിരിച്ചറിയുവാനുള്ള കേപ്പബിലിറ്റി മനുഷ്യനുണ്ടാകും. 2, ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്നാൽ അവർ ആയിരിക്കുന്ന അവസ്ഥയിൽ അവരെന്നേക്കും ജീവിക്കും. അടുത്ത കഴിഞ്ഞ 3:22 നാം വായിച്ചു, അവൻ പാപം ചെയ്ത ആദാമും ഹവ്വയും അവർ ഇനിയും ജീവവൃക്ഷത്തിന്റെ ഫലം കൂടി പറിച്ചു തിന്ന് എന്നേക്കും ജീവിക്കരുത് എന്ന് കണ്ടുകൊണ്ട് ദൈവം അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് പറഞ്ഞു. അപ്പോൾ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാൽ അവർ ആയിരിക്കുന്ന അവസ്ഥയിൽ അവർ എന്നേക്കും ജീവിക്കും. ഇവിടെ 2:17 വാക്യത്തിൽ പറയുന്നു, യഹോവയായ ദൈവം മനുഷ്യനോട് 16 മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. അപ്പോൾ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് പറഞ്ഞോ? ഇല്ല. ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാം. കാരണം അതാം എന്നും എന്നേക്കും ജീവിച്ചിരിക്കുവാനുള്ള ഒരു മരുന്ന് കൂടിയാണ്. അതാം അത് കഴിച്ചുകൊണ്ടിരുന്നു, ഹൗവയും കഴിച്ചുകൊണ്ടിരുന്നു. ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാൽ അവൻ ആയിരിക്കുന്ന അവസ്ഥയിൽ അവൻ എന്നേക്കും ജീവിക്കും. അതാമിന് യാതൊരു റെസ്ട്രിക്ഷനുമില്ല. ജീവവൃക്ഷത്തിന്റെ ഫലം അവർ തിന്നുന്നുണ്ട്. ജീവവൃക്ഷത്തിന്റെ ഫലം ആദമും ഹൗവയും പറിച്ച് തിന്നുകൊണ്ടിരുന്നു. അവര് പാപമില്ലാത്ത അവസ്ഥയില്, നന്മയും തിന്മയും അറിയാത്ത അവസ്ഥയില്, നന്മയാകുന്ന സമുദ്രത്തിന്റെ ഉള്ളിൽ മുങ്ങി നിന്നുകൊണ്ട് ആ അവസ്ഥയിൽ അവരെന്നേക്കും ജീവിച്ചിരിക്കുവാൻ ജീവവൃക്ഷത്തിന്റെ ഫലവും അവർ തിന്നുകൊണ്ടായിരുന്നത്. എന്നാൽ പാപം ചെയ്ത ശേഷം നന്മ തിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, അത് തിന്നുന്ന നാളെ നീ മരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ ആദാം നന്മ തിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്ന് ഇപ്പോൾ ആദാമിന് നന്മയും തിന്മയും തിരിച്ചറിയാം. അപ്പോൾ ദൈവം പറയുകയാണ്, ഇവൻ പാപം ചെയ്തു, അനുസരണക്കേട് കാണിച്ചു, അവിശ്വസിച്ചു, അവിശ്വാസം അനുസരണക്കേടിലേക്ക് നയിച്ചു. അതുകൊണ്ട് ഇങ്ങനെ ഒരവസ്ഥയിൽ അവൻ ജീവവൃക്ഷത്തിന്റെ ഫലം കൂടി പറിച്ചു തിന്ന് അവൻ ഈ പാപത്തിന്റെ അവസ്ഥയിൽ അവൻ എന്നേക്കും ജീവിക്കുവാൻ ഇടയാകും. അവന്റെ വിടുതല് അസാധ്യമായി വരും. അതുകൊണ്ട് നമുക്ക് ആദാമിനെയും ഹവ്വയെയും തൽക്കാലം ഏദൻ തോട്ടത്തിന് പുറത്തേക്ക് നമുക്ക് പറഞ്ഞുവിടാം. അവര് വീണ്ടും പ്രലോഭനത്തിൽ അകപ്പെട്ട് വീണ്ടും തിരികെ വന്ന് ഏദൻ തോട്ടത്തിലേക്ക് കയറാതിരിക്കേണ്ടതിന് വാതിക്കൽ കെരൂബുക്കളെ, ദൂതന്മാരെ തിരിയുന്ന വാളുമായിട്ട് നിർത്തി. കയറാൻ പാടില്ല.
ഇതിനകത്തേക്ക് കയറുവാൻ പാടില്ല. തിരിയുന്ന വാളുമായി കാവൽ നിർത്തി. എന്തിനാ? ഇവർ നന്മ തിന്മകളെ കുറിച്ച് ഇവർ ഇനിയും ജീവന്റെ വൃക്ഷം കൂടെ പറിച്ചു തിന്ന് അവരെന്നേക്കും ഈ പാപത്തിന്റെ അവസ്ഥയിൽ ജീവിക്കാതിരിക്കാൻ വേണ്ടി അവരെ ഏദൻ തോട്ടത്തിന് പുറത്തേക്ക് പറഞ്ഞു വിട്ടു. ദൈവത്തിന്റെ വിടുതലിന്റെ പദ്ധതി തയ്യാറാക്കി അത് പൂർത്തീകരിക്കുമ്പോൾ അവരെ വീണ്ടും ഏദൻ പർദീസയിലേക്ക് അല്ലെങ്കിൽ സഹസ്രാബ്ദ സാമ്രാജ്യത്തിലേക്ക് അവരെ തിരികെ ചേർത്തുകൊള്ളുവാൻ. അപ്പോൾ നാം അങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ ഏദൻ തോട്ടത്തിൽ നിന്ന് ദൈവം മനുഷ്യനെ പുറത്തേക്ക് പറഞ്ഞയച്ചത് ദൈവത്തിന്റെ സ്നേഹ കൂടുതൽ കൊണ്ടല്ലേ? അതെ. നമ്മള് പാപവസ്ഥയിൽ എന്നേക്കും ഇരിക്കാതിരിക്കാൻ വേണ്ടിയാ, നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടിയാ. ദൈവത്തിന്റെ സ്നേഹം കൂടുതൽ കൊണ്ടാ അവൻ സർവജ്ഞാനിയായ ദൈവം മനുഷ്യൻ ഒരുപക്ഷെ വിഷമം തോന്നിക്കാണും. കാരണം അവൻ അറിയത്തില്ല, പാവം പിടിച്ച ആദാമിനും ഹവ്വയ്ക്കും അറിയത്തില്ല എന്തിനാ ഞങ്ങളെ പുറത്താക്കിയെന്ന്. അവരോർത്ത് കാണും ദൈവത്തിന് ഞങ്ങളോട് സ്നേഹം കുറഞ്ഞു. നമുക്ക് ഇങ്ങനെയൊക്കെയാ പലപ്പോഴും തോന്നുന്നത്. പക്ഷെ സർവജ്ഞാനിയായ ദൈവം തന്റെ സർവജ്ഞാനത്തിന്റെ മകുട നെറുകയിൽ നിന്നുകൊണ്ട് ദൈവം ഇതെല്ലാം മുന്നമേ കണ്ടു. ആദാമിനറിയാവുന്നതിലും മനസ്സിലാക്കുവാൻ കഴിയുന്നതിലും അപ്പുറമായി സ്നേഹിക്കുന്ന പിതാവ് അവനെ ഏദൻ തോട്ടത്തിന് പുറത്തേക്ക് പറഞ്ഞു വിട്ടു. ആദാമും ഹവ്വയും കണ്ണുനീർ വാർത്തുകൊണ്ട് ഏദൻ തോട്ടത്തിന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. മനസ്സിലായില്ല. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ചില പ്രയാസങ്ങളോ പ്രതിസന്ധികളോ നാം പ്രാർത്ഥിച്ചിട്ട് നാം ഉദ്ദേശിക്കുന്നത് പോലെ നടക്കാതെ വരുമ്പോൾ നാം പലപ്പോഴും കണ്ണുനീർ വാർക്കാറില്ലേ? ദൈവത്തെ ചോദ്യം ചെയ്യാറില്ലേ? ദൈവത്തിന്റെ സ്നേഹത്തെ സംശയിക്കാറില്ലേ? ദൈവം പറഞ്ഞ വചനത്തിൽ നാം അവിശ്വസിക്കാറില്ലേ? ഞാനും നിങ്ങളും ഒക്കെ ചെയ്യാറില്ലേ? അവിശ്വസിക്കാറില്ലേ? പക്ഷെ സർവജ്ഞാനിയായ ദൈവം തന്റെ ജ്ഞാനത്തിന്റെ നെറുകയിൽ നിന്നുകൊണ്ട് അടുത്ത ദിവസവും അതിനടുത്ത ദിവസവും കാണുന്നവനാണ്. അവൻ നന്മയുടെ മാത്രം ഉറവിടമാണ്. നമ്മുടെ നല്ല ഭാവി മാത്രം കരുതുന്നവനാണ്. അവൻ തിന്മ അയക്കുന്ന ദൈവമല്ല. നമുക്ക് കയ്പെന്ന് തോന്നിയെങ്കിൽ പോലും അത് നന്മയ്ക്ക് വേണ്ടി അവൻ മാറ്റുക. നമ്മുടെ നന്മയെ കരുതി അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമാണ്. നമ്മുടെ നന്മയെ കരുതി. എന്താണ് ഈ നന്മ തിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം? ആദാമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ടു. ഇപ്പൊ നമ്മൾ ഈ ഉൽപ്പത്തി പുസ്തകം എത്ര ക്ലാസ് എടുത്തു? കഴിഞ്ഞ ചൊവ്വ, ഈ തിങ്കള്, ചൊവ്വ, ബുധൻ, നാലാമത്തെ ക്ലാസ് ആയിരുന്നു. നാലാമത്തെ ക്ലാസ്. ഇവിടെയൊക്കെ നമ്മൾ പറഞ്ഞു ആദാമിനെയും ഹവ്വയെയും സൃഷ്ടിച്ച് ഏദനിലാക്കിയപ്പോൾ പാപമെന്ന് പറയുന്ന ഒന്നില്ല അവിടെ. അങ്ങനെ ഒരു വിഷയം അവിടെ ഇല്ല. എല്ലായിടത്തും സമ്പൽ സമൃദ്ധി, എല്ലായിടത്തും സുഭിക്ഷിത. വിയർപ്പൊഴുക്കേണ്ട ആവശ്യം ആദാമിനില്ല. ആ ദൈവത്തിന്റെ സൃഷ്ടി എല്ലാ നിലയിലും ആസ്വദിക്കത്തക്കവണ്ണം ആദാമിനെ ദൈവം സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കി. പർദീസയിൽ ദൈവം ആദാമിനെ ആക്കി. എല്ലാം നന്മ മാത്രമേ ഉള്ളൂ അവിടെ. അതുകൊണ്ട് തന്നെ തിന്മ എന്താണെന്ന് ആദാമിന് അറിയത്തില്ല. ആദാമിനറിയാമോ മരണം എന്താണെന്ന്? ആദാമിന് അറിയത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. മരണമെന്ന് ആദാമിനോട് എന്ന് പറഞ്ഞു ഞാൻ മരണമോ? അതെന്തോ? അതെങ്ങനെ ഇരിക്കും? അതെങ്ങനെ? അന്നേരം അതിന് വേദനയുണ്ടോ? അല്ല, വേദനയെന്ന് പോലും പറയാൻ അദ്ദേഹത്തിന് അറിയത്തില്ല. ആദാം വളരെ നിഷ്കളങ്കനാ. മരണം അതെങ്ങനെയാ? ആദാമിന് അറിയത്തില്ല. ഏദൻ തോട്ടത്തിലെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ആലോചിച്ച് നോക്കി. ആദാമിന് മരിക്കാൻ അറിയത്തില്ല. ആദാമിനോട് പറയാം വേദനയോ? അതെന്താ? അതെങ്ങനെ ഇരിക്കും? എത്ര വലിപ്പമുണ്ട് വേദനയ്ക്ക്? ഇങ്ങനെയൊക്കെ ആദാം കിടന്നൊരു പക്ഷെ പൊട്ടുകളിക്കും. കാരണം ആദാമിന് അറിയത്തില്ല. ആദാമിന് കണ്ണുനീരെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല. കാരണം അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന്, ഹവ്വയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഇതുവരെയും വന്നിട്ടില്ല. അതിന്റെ ആവശ്യം ഏദൻ തോട്ടത്തിലില്ല. തിന്മ അവിടെ ഇല്ല, വേദനയില്ല.
രോഗമില്ല. രോഗം എന്താണെന്ന് ആദാമിനോട് ചോദിച്ചാൽ ആദാമിന് അറിയത്തില്ല. പ്രായമാകുന്നോ എന്ന് ചോദിച്ചാൽ അതും അറിയത്തില്ല. അതങ്ങനെ ഏജിങ് പ്രായമാകുമോ അതെന്താണെന്ന് ചോദിച്ചാൽ അതും ആദാമിന് അറിയത്തില്ല. ആദാം ഒരു 100 വർഷം കഴിയുമ്പോഴും 500 വർഷം കഴിയുമ്പോഴും ആദാം ഒരുപോലെ ആയിരിക്കുന്നത്. വ്യത്യാസമൊന്നുമില്ല. ശരീരത്തിന് സ്കിന്നിന് വ്യത്യാസമൊന്നുമില്ല. ചുളുക്കം ബാധിക്കുന്നില്ല. ആർക്കിൻ്റെതായ പ്രയാസങ്ങളൊന്നുമില്ല. തലപിടി നരയ്ക്കുന്നില്ല. അപ്പോൾ ഏജിങ് പ്രായമാകുന്നു എന്ന് പറഞ്ഞാൽ ആദാമിന് മനസ്സിലാകത്തില്ല. ആദാമിന് പിന്നെ എന്താണെന്ന് അറിയത്തില്ല. എന്നാൽ നമുക്ക് അല്പം കൂടെ മനസ്സിലാക്കുവാൻ ഒരു പ്രയാസമുള്ള ഒരു കാര്യം പറയട്ടെ. നന്മ എന്താണെന്ന് ആദാം അറിയാമോ? ഈ നന്മയ്ക്കകത്ത് ആദാം നിൽക്കുന്നത്. ആദാമിനറിയാമോ നന്മ എന്താണെന്ന്? എന്തു തോന്നുന്നു? ആദാമിന് നന്മയും അറിയത്തില്ല. നന്മ എന്താണെന്ന് അറിയത്തില്ല. കാരണം നന്മയ്ക്കകത്ത് നിൽക്കുകയാണ്. നന്മയ്ക്കകത്ത് പുള്ളി നിറഞ്ഞു നിൽക്കുകയാണ്. മുങ്ങിത്താണ് ആ നന്മയ്ക്കകത്ത്. നന്മ മാത്രമേ ഉള്ളൂ. അതും തിന്മ അദ്ദേഹത്തിന് എന്താണ് നിൽക്കുന്നത്? നന്മയ്ക്കകത്ത് പുള്ളി നിൽക്കുക. അതുകൊണ്ട് തന്നെ അതവന് നന്മ എന്ന് പറഞ്ഞ എന്താണെന്ന് അറിയത്തില്ല. നന്മയ്ക്കകത്താണ്. എല്ലാ നന്മകളും അനുഭവിച്ചുകൊണ്ട് നന്മയ്ക്കകത്താണ് ആദാം. എന്നാൽ നന്മ എന്താണെന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് അറിയത്തില്ല. നന്മയും അറിയത്തില്ല, തിന്മയും അദ്ദേഹത്തിന് അറിയത്തില്ല. എന്നെ കേൾക്കാമല്ലോ അല്ലേ? ഞാൻ എൻ്റെ പല ഇംഗ്ലീഷുകാരുടെ പലരോട് സംസാരിക്കുമ്പം ഒരുപാട് പേരെ പരിചയപ്പെട്ടിട്ടുണ്ട്. അവര് ഒരിക്കൽ പോലും ഈ യുഎസിന് വെളിയിലോട്ട് പോകാത്ത ഒത്തിരി പേരെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. ഞാനിത് മനസ്സിലാക്കുവാൻ വേണ്ടി പറയുക. അമേരിക്കയ്ക്ക് വെളിയിൽ ഒരു രാജ്യത്ത് പോലും പോകാത്ത ഒരുപാട് പേരെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് അഴിമതി, ഒരുപാട് കൈക്കൂലി, ഒരുപാട് മറ്റുള്ള കറപ്ഷൻ ഒക്കെ ഉണ്ട് എന്ന് ഈ രാജ്യത്തിന് വെളിയിലോട്ട് പോകാത്ത ഒരാളോട് പറഞ്ഞ എത്രമാത്രം അവർക്ക് മനസ്സിലാവും? പ്രയാസമാണ് അല്ലെ? പ്രയാസമാണ്. എന്നാൽ പല ഇംഗ്ലീഷുകാരുമുണ്ട് ഗൾഫിലും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഒക്കെ താമസിക്കുകയും ഒരുപാട് നാളുകൾ ജോലി ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് വന്നവരുണ്ട്. അവരോട് ചോദിച്ചാൽ അവർക്ക് ഈ അഭ്യാസങ്ങളൊക്കെ അറിയാം അല്ലേ? അവർക്ക് ഈ അഭ്യാസങ്ങളൊക്കെ അറിയാം. അവരൊക്കെ പഠിച്ചാ വന്ന് അവിടെയൊക്കെ പോയി എന്ന് പറഞ്ഞതുപോലെ. അല്ലെങ്കിൽ ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. എന്റെ മൂത്ത മോൾക്ക് അന്നക്കുട്ടിക്ക് ഏകദേശം 7 വയസ്സോ 8 വയസ്സോ ഉള്ളപ്പോൾ ഞാൻ അവളും കൂടെ നാട്ടിൽ പോയി. ആദ്യമായിട്ട് അവൾ അമേരിക്കയിലോട്ട് പോകുന്നത്. നാട്ടിൽ പോയി ഞങ്ങൾ എയർപോർട്ടിലെ ബോംബെ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങി. അവിടെ ഞങ്ങൾ എയർപോർട്ടിന് വെളിയിൽ കൂടെ ഞങ്ങളുടെ കസിന്റെ വീട്ടിലോട്ട് പോയി. ഇപ്പോൾ റോഡിലൊക്കെ പലരും ഭിക്ഷക്കാരും ധർമ്മക്കാരും ഒക്കെ അങ്ങ് കിടക്കുകയും ഇരിക്കുകയും ഭിക്ഷ ചോദിക്കുകയും ചെയ്യുക. അപ്പൊ അന്നക്കുട്ടി എന്നോട് ചോദിക്കുക, ഡാഡി ഇവർക്കൊന്നും വീടില്ലേ ഇവിടെ നിന്ന് കിടക്കുന്ന സ്ട്രീറ്റില്? കാരണം ആദ്യമായിട്ടാണ് ഈ രാജ്യത്തിന് പുറത്തോട്ട് പോകുന്നത്. അവർക്ക് വീടില്ലെന്ന്. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത അവർക്ക് മനസ്സിലാകത്തില്ല. പ്രയാസം എന്ന് പറഞ്ഞതുപോലെയാണ് ആദാം തിന്മ എന്താണെന്നും അത് അറിയത്തില്ല. നന്മയ്ക്കകത്ത് അദ്ദേഹം മുങ്ങി കുളിച്ചു നിൽക്കുക. ഞാൻ പല രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. തിരികെ യൂറോപ്പിലും പല രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. തിരികെ ഈ രാജ്യത്തേക്ക് വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും ഈ രാജ്യത്തെ അനുഗ്രഹങ്ങളും നന്മകളും. ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു രാജ്യം ഈ ഭൂമിയുടെ പരത്തിലുണ്ടോ എന്ന് സംശയമാണ്. ഇതെന്റെ അഭിപ്രായമാണ്. എന്റെ അഭിപ്രായം മാത്രമാണത്. വ്യക്തിപരമായ അഭിപ്രായമാണ്. ഈ രാജ്യത്തിന് വെളിയിലേക്ക് പോയിട്ട് അവിടെ ഒക്കെ കണ്ടിട്ട് തിരികെ വരുമ്പോഴാണ് ഈ രാജ്യത്തിന്റെ മഹത്വം, ഈ രാജ്യത്തിന്റെ നന്മ, ഈ രാജ്യം ഓഫർ ചെയ്യുന്ന
പദ്ധതികള്, സ്വാതന്ത്ര്യം ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുവാൻ പറ്റുന്നത്, എൻജോയ് ചെയ്യുവാൻ പറ്റുന്നത്. അതേസമയം ഇവിടെ തന്നെ താമസിക്കുന്നവർക്ക് അതൊരു പക്ഷെ അറിയത്തില്ല. ഇവിടുന്ന് വെളിയിൽ പോകാത്ത ഒരാൾക്ക് ഈ രാജ്യത്തിന്റെ നന്മ അറിയത്തില്ല പലപ്പോഴും. ശരിയല്ലേ? ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഈ രാജ്യത്തിന്റെ വെളിയിൽ പോയി കണ്ടേച്ച് വരണം. കണ്ടേച്ച് വരുന്നവർക്കേ അറിയത്തുള്ളൂ ഈ രാജ്യം ഓഫർ ചെയ്യുന്ന നന്മ. അപ്പൊ ഈ രാജ്യത്തിന്റെ വെളിയിലോട്ട് പോയിട്ടില്ലാത്ത ഇംഗ്ലീഷുകാര് അവർ വാസ്തവത്തില് അവർ ഈ നന്മയ്ക്കകത്ത്, ഞാൻ പറഞ്ഞ എല്ലാം നന്മയാണെന്നല്ല, ഞാനിത് ഒരു ഉദാഹരണമായിട്ടൊന്ന് പറയുക. എല്ലാം ഇവിടെ നന്മ മാത്രമേ ഉള്ളെന്നല്ല പറയുന്നത്. ഇവിടെ ഈ രാജ്യത്തിനകത്തുനിന്ന് വെളിയിലേക്ക് പോകാത്ത ഒരാൾക്ക് ഈ രാജ്യത്തിന്റെ നന്മ പലപ്പോഴും തിരിച്ചറിയാൻ പ്രയാസമാണ്. പക്ഷെ അവർ നന്മയ്ക്കകത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. നന്മയ്ക്കകത്ത് അവർ മുങ്ങിക്കൊള്ളിച്ച് കിടക്കുകയാണ്. പക്ഷെ നന്മയാണെന്ന് അവർക്ക് തിരിച്ചറിയുവാനും അപ്രീഷിയേറ്റ് ചെയ്യുവാനും പ്രയാസമാണ്. എന്ന് പറഞ്ഞതുപോലെ ആദാം ഇവിടെ നന്മ എന്താണെന്നും പുള്ളിക്ക് അറിയത്തില്ല, തിന്മ എന്താണെന്നും അറിയത്തില്ല, നന്മ എന്താണെന്നും അറിയത്തില്ല. അപ്പോൾ ഈ നന്മയിൽ ആദാം മുങ്ങിക്കുളിച്ച് കിടക്കുന്ന ഒരു അനുഭവമാണ് ഇവിടെ കാണുന്നത്. ആദാം നന്മയിൽ മുങ്ങിക്കുളിച്ച് കിടക്കുന്ന ഒരു അനുഭവം. അതുകൊണ്ട് ദൈവം പറഞ്ഞു, ഈ നന്മയും തിന്മയും അറിയുവാനായിട്ട് നീ പരിശ്രമിക്കണ്ട. ഫ്രീ വില്ലുമായിട്ട് ബന്ധപ്പെട്ട കിടക്കുന്ന ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല. നന്മയും തിന്മയും ആയിട്ട് നീ പരിശ്രമിക്കണ്ട. കാരണം നീ പരിശ്രമിച്ചാൽ നന്മ ഏത് തിന്മ ഏത്, നീ ഇപ്പോൾ നന്മയ്ക്കകത്ത് മുങ്ങിക്കിടക്കുകയല്ലേ, നീ നന്മയ്ക്കകത്ത് തന്നെ ജീവിച്ചാൽ മതി. തിന്മ എന്താണെന്ന് നീ അറിയാൻ പോകണ്ട. നീ അറിയാൻ പോയാൽ അത് അന്ന് മുതൽ നിന്റെ ശവക്കുഴിയിലേക്കുള്ള ദിവസങ്ങൾ എണ്ണപ്പെടും. എന്ന് പറഞ്ഞാൽ നീ മരിക്കും. നന്മയ്ക്കകത്ത് മാത്രം നിൽക്കുന്ന നീ മരിക്കുകയില്ല. പക്ഷെ നീ തിന്മ അറിയാൻ പോയാൽ നീ അന്ന് നിന്റെ മരണം ആരംഭിക്കും. അതാ ഇന്നലെ ഞാൻ പറഞ്ഞത്, ആദാം 930 വയസ്സ് വരെയാണ് ജീവിച്ചത്. 960 അതാം 930 വയസ്സ് വരെ ജീവിച്ചിരുന്നു. ആദാം തിന്മയും അറിഞ്ഞത് കൊണ്ട് അന്ന് മുതൽ ആദാമിന് വയസ്സെണ്ണാൻ തുടങ്ങി. 1, 2, 3, 4 930 വയസ്സായപ്പോൾ ആദാമിനെ മക്കള് മണ്ണിൽ കുഴിവെട്ടി കുഴിച്ചിട്ടു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എല്ലാം അറിഞ്ഞിരിക്കണ്ടേ, എല്ലാ വിഷയങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ, തിന്മയൊക്കെ ആണെങ്കിലും എല്ലാ വിഷയങ്ങളിലും നമുക്ക് പരിജ്ഞാനം വേണ്ടേ. ഇല്ലാതിരിക്കുക. ചില വിഷയങ്ങളില് ദോഷകരമായ വിഷയങ്ങളില് തിന്മയില് നമുക്ക് പരിജ്ഞാനം ഇല്ലാതിരിക്കുക നല്ലത്. ദൈവത്തിന്റെ നന്മയില്, ദൈവത്തിന്റെ അനുഗ്രഹത്തില്, ദൈവത്തിന്റെ കരങ്ങളുടെ കീഴിൽ എപ്പോഴും ഒളിഞ്ഞിരിക്കുന്നതാ നമ്മുടെ ആയുസ്സിന് നല്ലത്, നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്, നമ്മുടെ ചൈതന്യത്തിന്. തിന്മ അറിയാൻ പോകാതിരിക്കുക നല്ലത്. അതാം തിന്മ അറിഞ്ഞു. നന്മയും തിന്മയും ഇപ്പൊ അദ്ദേഹത്തിന് തിരിച്ചറിഞ്ഞത് കൊണ്ട് അദ്ദേഹത്തിന്റെ നാളുകൾ അന്നു മുതൽ എണ്ണപ്പെട്ടു തുടങ്ങി. തിന്നുന്ന നാളിൽ ദൈവത്തിന്റെ കൽപ്പന, തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞാൽ അന്ന് മരിക്കുമെന്നല്ല, അന്ന് മുതൽ അവന്റെ ശരീരത്തെ മരണം കാർന്ന് തിന്നുവാൻ ആരംഭിക്കും എന്ന്. നമ്മളിതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എങ്ങനെയാ ആ ശരീരത്തിന് ആദാം വെളിയിലോട്ട് വന്നപ്പോൾ, ഞാൻ പെട്ടെന്നൊരു ഉദാഹരണം പറയാം. വെളിയിലോട്ട് വന്നപ്പോൾ അങ്ങോട്ട് നടന്നു പോയപ്പോൾ കാല് തട്ടി ഒരു കല്ലേൽ കാലിൽ നിന്ന് ചോര പിടിഞ്ഞു. കാലിന് വേദന എടുക്കാൻ തുടങ്ങി. ജീവിതത്തിൽ ആദാം ആദ്യമായിട്ട് ആ വേദന അറിഞ്ഞത്, ജീവിതത്തിൽ ആദാം ആദ്യമായിട്ട് ആ ചോരത്തുടിപ്പുകൾ കാണുന്നത്. മരണം പതുക്കെ 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 അറിവിനെ കാർന്ന് തിന്നുവാൻ ആരംഭിച്ചു. മുന്നോട്ട് നീങ്ങി. ഹവ്വ ഒരിക്കൽ കണ്ടു. ആദാം ഒരിക്കൽ പറഞ്ഞു, ഹവ്വയോട് പറഞ്ഞു, അവിടെ നിന്ന് അവിടെ നിന്നിരിക്കുക, ആ മുടി, ഒരു മുടിയാണ്ട് വെളുത്തിരിക്കുന്നു. അതെന്താ? മരണം പതുക്കെ പതുക്കെ കാർന്ന് തിന്നുവാൻ ആരംഭിച്ചു.
ആദാമിനെ. ഇത് നന്മയും തിന്മയും അറിയാൻ പോയത് കൊണ്ടുള്ള പ്രശ്നമാണ്. നന്മയും തിന്മയും അറിയാൻ പോയത് കൊണ്ട് സംഭവിച്ച പ്രശ്നമാണ്. നമുക്ക് മറ്റൊരു വാക്യം നോക്കാം. 2-ാം അധ്യായത്തിന്റെ 5-6. യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്ച്ചിരുന്നില്ല, നിലത്തെ വേല ചെയ്യുവാൻ മനുഷ്യനുണ്ടായിരുന്നില്ല. ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങി നിലമൊക്കെയും നനച്ചു വന്നു. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് മഴ അന്ന് പെയ്തിരുന്നില്ല. അപ്പോൾ വാസ്തവത്തിൽ മഴ ആദാമിന്റെ കാലം മുതല് മഴയില്ലായിരുന്നു. എന്നാ മഴ തുടങ്ങിയ അല്ല, മഴ തുടങ്ങി അന്നല്ല, നോഹയുടെ കാലത്തായിട്ട് മഴ തുടങ്ങുന്നത്. അപ്പൊ ആ തലമുറകളിലൊന്നും മഴയില്ലായിരുന്നു. എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ് വൃക്ഷങ്ങൾ വളരുന്നത്. വൃക്ഷങ്ങൾ അങ്ങനെ വളരും. നമ്മൾ കണ്ടു, ഭൂമി ഉണ്ടാക്കിയപ്പോൾ, സൃഷ്ടിച്ചപ്പോൾ നമ്മൾ കണ്ടു വെള്ളങ്ങളെല്ലാം ഒരിടത്ത് കൂടട്ടെ എന്ന് ദൈവം പറഞ്ഞു. അതിനെ സമുദ്രമാക്കി മാറ്റി. അത് വെള്ളമെല്ലാം കൂടെ ഊർന്ന് ഇറങ്ങി ഭൂമിയുടെ അകത്തേക്ക് പോയി സമുദ്രം ആയി മാറ്റി. ഈ ഭൂമിയിൽ നിന്ന് മഞ്ഞ് അല്ലെങ്കിൽ വെള്ളം പൊങ്ങി വന്ന് വൃക്ഷലതാദികളെ എല്ലാം നനച്ചിരുന്നു. അപ്പോൾ ആദാമിനെ സൃഷ്ടിച്ച അന്ന് മുതൽ ഭൂമി മഴയില്ല, മഴ എന്ന് പറഞ്ഞൊന്നുമില്ല. പിന്നെ മഴ ആദ്യമായിട്ടുണ്ടായത് നോഹ പ്രസംഗിച്ചപ്പോഴാണ്. നോഹയും കണ്ടിട്ടില്ല മഴ. അതുകൊണ്ടാണ് ആൾക്കാർക്ക് വിശ്വസിക്കാൻ കഴിയാഞ്ഞത്. ആളുകൾ അന്ന് വിശ്വസിക്കാഞ്ഞത് അതാ നോഹ പ്രസംഗിച്ചപ്പോ. കാരണം നോഹയും കണ്ടിട്ടില്ല മഴ. മഴ എന്ന് പറഞ്ഞ് ഇവിടെ ഒരാൾ വലിയ പെട്ടകം ഉണ്ടാക്കുക. നോഹ പ്രസംഗിക്കുക, പെട്ടെന്ന് പെട്ടകത്തിൽ വന്ന് വിവരിക്കും മഴയെന്ന് ഒരു സാധനം വരാൻ പോവുക, മഴ എന്ന് പറയുന്നത് വരാൻ പോവുക. എല്ലാവരും ശരിയാക്കി, എല്ലാവരും അപമാനിച്ചു. ഇവിടെ മഴ, ആരും മഴ കണ്ടിട്ടില്ല. 40 ദിവസം രാവും പകലും നോഹയുടെ കാലത്ത് മഴ പെയ്യുവാൻ ആരംഭിച്ചു. അന്നാണ് വാസ്തവത്തിൽ ഭൂമിയിൽ മഴ പൊങ്ങുന്നത്. 3-ാം അധ്യായത്തിന്റെ മഴ പെയ്യുന്നത് 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോടെ തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിനെയും ഫലം നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായും കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീ യഹോവയായ ദൈവം അപ്പോ പാമ്പ് സ്ത്രീയോട് തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെയും ഫലം നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായും കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അവിടെ ഒരു പ്രത്യേകത മനസ്സിൽ സാധിക്കുന്ന എന്താണെന്ന് അറിയാമോ? പാമ്പിന് സംസാരിക്കുന്ന ടീമായിരുന്നു. അപ്പോൾ ഒരു അനുമാനം, മൃഗങ്ങളൊക്കെയും ദൈവം സൃഷ്ടിച്ച മൃഗങ്ങളൊക്കെയും അന്ന് സംസാരിച്ചിരുന്നു. മനുഷ്യനുമായിട്ട് സംസാരിച്ചിരുന്നു. മനുഷ്യന് അവരുമായിട്ട് സംസാരിക്കുവാനുള്ള കഴിവുണ്ടായിരുന്നു. ഈ കഴിവ് സഹസ്രാബ്ദ ഭൂമിയിൽ ദൈവം മൃഗങ്ങൾക്ക് തിരിച്ചു. മൃഗങ്ങൾ സംസാരിക്കും. കാരണം പാമ്പ് സംസാരിച്ചു. പാമ്പ് അതുവരെ ജീവിയല്ല. പെട്ടെന്ന് വന്ന് ഹവ്വയോട് സംസാരിക്കാൻ തുടങ്ങിയാൽ ഹവ്വ ഓടിപ്പോകത്തില്ലേ, വെച്ചുപോകത്തില്ലേ? പെട്ടെന്ന് പാമ്പ് വന്ന് സംസാരിച്ചു. അപ്പൊ അതൊരു സാധാരണ സംഭവമായിരുന്നു. ഇതിനെ അത് എതിർക്കരുത്, ഇതൊന്നും തർക്കിക്കാനുള്ള വിഷയമല്ല. ഇനി അങ്ങനെ അല്ല എന്ന് ഒരാൾ പറഞ്ഞാൽ അങ്ങനെയല്ല, നമുക്ക് ഇത് തെളിയിക്കാനൊന്നും പറ്റത്തില്ല. നമുക്ക് തന്നിരിക്കുന്ന ദൈവവചനത്തിൽ നിന്നുള്ള അനുമാനങ്ങളാണ്. അതുകൊണ്ട് ഇതൊരു ഉപദേശം സ്ഥാപിക്കാനായിട്ടുള്ള ഒരു പരിശ്രമമല്ല. നമ്മൾ ആരോടും തർക്കിക്കാനും പോകണ്ട. നമ്മളിത് മനസ്സിലാക്കുക. അപ്പം മൃഗജാലങ്ങൾ അന്ന് സംസാരിച്ചിരുന്നു. മറ്റൊരു വിഷയം, പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വിഷയം, 4-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. യഹോവ അവനോട്, അതുകൊണ്ട് ആരെങ്കിലും കായനെ കൊന്നാൽ അവനെ 7 ഇരട്ടി പകരം കിട്ടുമെന്ന് അരുളി ചെയ്തു. കായനെ കാണുന്നവർ ആരും കൊല്ലാതിരിക്കേണ്ടതിന് യഹോവ അവനെ ഒരു അടയാളം വെച്ചു.
ഓക്കെ, ഞാൻ 9 വായിക്കാം. പിന്നെ യഹോവ കയീനോട്, നിന്റെ അനുജനായ ഹാബേൽ എവിടെയെന്ന് ചോദിച്ചതിന്, ഞാൻ അറിയുന്നില്ല, ഞാൻ എന്റെ അനുജന്റെ കാവൽക്കാരനോ എന്നവൻ പറഞ്ഞു. കയീൻ ഹാബേലിനെ കൊന്ന് തിരികെ വരുമ്പോൾ ഒരു പക്ഷേ രക്തക്കറ അവന്റെ കയ്യിൽ നിന്ന് കഴുകി കളയുന്നതിന് മുമ്പ് യഹോവയായ ദൈവം അവനോട് ചോദിച്ചു, നിന്റെ അനുജനായ ഹാബേൽ എവിടെ? അപ്പോൾ കയീൻ എന്തോ മറുപടി പറഞ്ഞു, ഞാൻ അറിയുന്നില്ല, ഞാൻ എന്നാ അവന്റെ കാവൽക്കാരനാണോ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മളാണെങ്കിൽ എന്ത് ചെയ്തേനെ? ഒരു വലിയ തെറ്റ് ചെയ്തിട്ട് വരികയാണ്, ദൈവം ഇങ്ങോട്ട് വന്ന് ചോദിക്കുക, എന്ത് ചെയ്ത് നിന്റെ സഹോദരൻ എന്ത് എന്ന് ചോദിച്ചാൽ അങ്ങോട്ട് പോയി നോക്കും എന്ന് പറയുമോ ആരെങ്കിലും? ദൈവം ചോദിച്ചാൽ മുട്ടയിൽ നിന്നു പോകും, അല്ലെ? വിറച്ച് മുട്ടയിൽ നിന്നു പോകും. ഇവിടെ കയീൻ ചോദിക്കുകയാണ്, ഞാൻ അറിയുന്നില്ല, ഞാൻ എന്റെ അനുജന്റെ കാവൽക്കാരനാണോ എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥം, യഹോവയായ ദൈവം ഏദൻ തോട്ടത്തിന് വെളിയിൽ വന്നും മനുഷ്യന്റെ കൂടെ ഇടപെട്ടുകൊണ്ടിരുന്നു എന്നർത്ഥം. കയീൻ യഹോവയെ നല്ല പരിചയമായിരുന്നു. കാരണം അതുകൊണ്ടാണ് യഹോവ ചോദിച്ചിട്ട്, കൊലപാതകം ചെയ്തിട്ട് വന്നിട്ട് ചോദിച്ചിട്ടും കയീൻ യഹോവയോട് കയർക്കുകയാണ്, ദൈവത്തോട് തിരിച്ച് കയർക്കുകയാണ്. ഞാൻ എന്റെ അനുജന്റെ കാവൽക്കാരനാണോ എന്നോട് ചോദിക്കാൻ തിരിച്ച് കയർക്കുകയാണ്. നമ്മള് ഒരുപക്ഷെ ഏദൻ തോട്ടത്തിൽ ഒരു ദൈവം തന്റെ സാമീപ്യം, തന്റെ പ്രസൻസ് എന്നേക്കുമായിട്ട് വിച്ഛേദിച്ചുകൊണ്ടായിരിക്കാം നാം പരസ്പരം കേട്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഏദൻ തോട്ടത്തിന് പുറത്തും ദൈവം മനുഷ്യരോട് ഇടപെട്ടുകൊണ്ടിരുന്നു. എന്നാൽ ഏദൻ തോട്ടത്തിന്റെ ഉള്ളിൽ സ്ഥിരം മനുഷ്യനോട് ആയിരുന്നത് പോലെയല്ല, മനുഷ്യൻ വന്ന് സംസർഗം ദൈവം ചെലുത്തിയിരുന്നു. അതുകൊണ്ട് കയീന് യഹോവയായ ദൈവത്തെ നല്ല പരിചയമാണ്. ഈ പ്രസൻസ്, ദൈവത്തിന്റെ സാമീപ്യം വളരെ പതുക്കെയാ ദൈവം പിൻവലിക്കുന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷം വളരെ സാവധാനത്തിലാ മനുഷ്യനിൽ നിന്ന് ദൈവം മാറി നിന്നത്. പിന്നെ ദൈവത്തിന്റെ ദൂതന്മാരെ അയക്കുവാൻ തുടങ്ങിയത്. യഹോവ മനുഷ്യനോട് കൂടെ ഇരുന്നു. ഞാൻ വളരെ വേഗം നിർത്തുകയാണ്. ഇവിടെ എഴുതിയിരിക്കുന്നു, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത്രയും യഹോവയോട് കയർത്ത ശേഷം, ഞാൻ അറിയുന്നില്ല, ഞാൻ എന്റെ അനുജന്റെ കാവൽക്കാരനോ, ഇതെല്ലാം കഴിഞ്ഞു പറയുകയാണ്, നീ കൃഷി ചെയ്യുമ്പോൾ നിലമിനിമേൽ തന്റെ വീര്യം നിനക്ക് തരികയില്ല, നീ ഭൂമിയിൽ ഉഴന്നലയുന്നവനാകും. കയീൻ യഹോവയോട്, എന്റെ കുറ്റം പൊറുക്കുവാൻ കഴിയുന്നതിനേക്കാൾ വലിയതാകുന്നു. ഇതാ നീ ഇന്ന് എന്നെ ആട്ടിക്കളയുന്നു, ഞാൻ തിരുസന്നിധി വിട്ട് ഒളിച്ച് ഭൂമിയിൽ ഉഴലുന്നവൻ ആകും. ആരെങ്കിലും എന്നെ കണ്ടാൽ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. യഹോവ അവനോട്, അതുകൊണ്ട് ആരെങ്കിലും കയീനെ കൊന്നാൽ അവൻ 7 ഇരട്ടി പകരം കിട്ടും എന്ന് അരുളി ചെയ്തു. ഹലോ 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 അതൊന്ന് കട്ടായെന്ന് തോന്നുന്നു. ഹലോ 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 ശരിക്കും കേൾക്കുന്നില്ല. ഇല്ല, ആർക്കും കേൾക്കുന്നില്ല. എനിക്കൊന്ന് ബ്രദറിന്റെ കട്ടായതാന്ന് തോന്നുന്നു. നിർത്തി കാണത്തില്ല, പറയാൻ നിർത്തുക. കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. ഇവിടെ യഹോവ പിന്നെ കയീനെ ശപിക്കുന്നു. 11-ാം വാക്യത്തിൽ, നീ കൃഷി ചെയ്യുമ്പോൾ നിലം ഇനിമേൽ തന്റെ വീര്യം നിനക്ക് തരികയില്ല, നീ ഭൂമിയിൽ ഉഴന്നലയുന്നവനാകും. കയീൻ യഹോവയോട്, എന്റെ കുറ്റം പൊറുക്കുവാൻ കഴിയുന്നതിനേക്കാൾ വലിയതാകുന്നു. ഇതാ നീ ഇന്ന് എന്നെ ആട്ടിക്കളയുന്നു, ഞാൻ തിരുസന്നിധി വിട്ട് ഒളിച്ച് ഭൂമിയിൽ
ഉഴന്നലയുന്നവനാകും. ആരെങ്കിലും എന്നെ കണ്ടാൽ കൊല്ലുമെന്ന് പറഞ്ഞു. യഹോവാവിനോട്, അതുകൊണ്ട് ആരെങ്കിലും കയ്യിനെ കൊന്നാൽ അവന് 7 ഇരട്ടി പകരം കിട്ടും എന്നരുളി ചെയ്തു. കയ്യിനെ കാണുന്നവർ ആരും കൊല്ലാതിരിക്കേണ്ടതിന് യഹോവാവിന് ഒരു അടയാളം വെച്ചു. അങ്ങനെ കയ്യിന് യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏദന് കിഴക്ക് നോദ് ദേശത്ത് ചെന്ന് പാർത്തു. കേൾക്കാമല്ലോ എന്നെ അല്ലേ? കേൾക്കാം. കയ്യിൽ ഇവിടെ മാനസാന്തരപ്പെടാത്ത ഒരു കയ്യിൽ, ആദ്യത്തെ കുലപാതകിയായ കയ്യിൽ, സ്വന്തം സഹോദരനെ കൊന്ന കയ്യിൽ, യഹോവയോട് കയർത്ത കയ്യിൽ, യഹോവ തന്നെ ശപിച്ചപ്പോൾ അവനെ ഭയന്നുപോയി. എന്നെ ആരെങ്കിലും കണ്ടാൽ കൊല്ലുമെന്ന് പറയും. മാനസാന്തരത്തിന്റെ ഭയമല്ല അവിടെ വന്നത്. എന്നെ ആരെങ്കിലും കണ്ടാൽ കൊല്ലുമെന്ന് പറഞ്ഞു. മാനസാന്തരപ്പെട്ടില്ല. എന്നെ ആരെങ്കിലും കണ്ടാൽ കൊല്ലുമെന്ന് പറഞ്ഞപ്പോ ദൈവം, യഹോവ എന്തോ ചെയ്യുന്നറിയാമോ? നീ കുലപാതകിയല്ലേ, നിന്നെ ആരെങ്കിലും കൊന്നേക്കട്ടെ എന്ന് പറഞ്ഞു വിട്ടില്ല. മാനസാന്തരപ്പെടാതിരുന്ന കയ്യിനെ ദൈവം ഒരുപക്ഷെ അവന്റെ നെറ്റിമേൽ ഒരടയാളം വരച്ചു. എന്നിട്ട് പറഞ്ഞു, ആരെങ്കിലും കൈ കൊന്നാൽ അവൻ 7 ഇരട്ടി അവനോട് ഞാൻ പകരം ചോദിക്കുവാൻ. അയ്യോ, ഇതെന്തൊരു യഹോവ അല്ലേ? അതുകൊണ്ട് മനസ്സാന്തരപ്പെടേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. ദൈവത്തിന്റെ സ്നേഹം അവിടെ ഞാൻ എടുത്തു കാണിക്കുകയാണ്. മനസ്സാന്തരപ്പെടാത്ത ഒരു കയ്യിൽ എനിക്ക് ഭയമാകുന്നു എന്ന് പറഞ്ഞപ്പോൾ, എന്റെ ജീവനെ ആരെങ്കിലും എടുക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് ഉര ചെയ്തപ്പോൾ, മനസ്സാന്തരപ്പെടാത്ത ആ വ്യക്തിയെ പോലും ദൈവം പ്രൊട്ടക്ട് ചെയ്തു. പ്രൊട്ടക്ട് ചെയ്തിട്ട് ദൈവം അവനൊരു അടയാളവും കൊടുത്തു. ആരെങ്കിലും കയ്യിന്, ഈ കൊലപാതകിയെ ആരെങ്കിലും കൊന്നാൽ അവനോട് ഞാൻ 7 ഇരട്ടി പകരം ചോദിക്കും. ഇതെന്തൊരു ദൈവമാണ്! മനസ്സിലാക്കുവാൻ പറ്റുന്നതിലും നമ്മുടെ ബുദ്ധിക്കെത്താത്ത അപ്രമേയ സ്നേഹത്തിന്റെ ഉടമസ്ഥൻ, നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതിനും അപ്പുറം നമ്മെ സ്നേഹിക്കുന്ന ദൈവം. കയ്യിനെ ആരും തൊടാൻ പാടില്ലെന്ന് കൊലപാതകിയ, കയ്യാൽ രക്തക്കറ പിടിച്ച് കൈ മുഴുവൻ രക്തത്തിൽ കുളിച്ചിരിക്കുക, അവനെ പ്രൊട്ടക്ട് ചെയ്യുവാൻ. അപ്പോൾ ദൈവം വാസ്തവത്തിൽ ഏദൻ തോട്ടത്തിൽ, ഇതാണ് എന്റെ പോയിന്റ്, ഏദൻ തോട്ടത്തിന്റെ പുറത്തും മനുഷ്യന്റെ അടുത്ത് വരികയും മനുഷ്യനോട് സംസാരിക്കുകയും ചെയ്തു. എന്നാൽ പതുക്കെ 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 തലമുറകൾ കഴിഞ്ഞ ശേഷം ദൈവത്തിന്റെ പ്രസൻസ് അവിടെ നിന്ന് പോകുകയായിരുന്നു. നമുക്കറിയാം, ഞാൻ അതോട് പറഞ്ഞ് നിർത്തുകയാണ്. അബ്രഹാമിന്റെ ഭവനത്തില് ഒരിക്കല് 3 പേർ വിരുന്നിന് വന്നു. വിരുന്നിന് അബ്രഹാം വിളിച്ചുകൊണ്ട് വന്നു. 3 പേർ അതുവഴി നടന്നു പോകുമ്പോൾ അബ്രഹാം വിളിച്ചുകൊണ്ട് വന്നു. അവരെ സൽക്കരിച്ചു കഴിഞ്ഞപ്പോൾ അബ്രഹാം ഓർത്ത് ദൈവദൂതന്മാരായിരിക്കും, വിസിറ്റേഴ്സ് ആണെന്ന് വിചാരിച്ച് സൽക്കരിച്ചതാണ്. സൽക്കരിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ദൈവദൂതന്മാരാണ്. ആ കാലമായപ്പോഴേക്കും ദൂതന്റെ നിലയിൽ ദൈവം മനുഷ്യനോട് ഇടപെട്ടുകൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അബ്രഹാം പറഞ്ഞു, ദൈവമേ, ആ ലോത്ത് താമസിക്കുന്ന സോദോം ഗോമോറ നശിപ്പിക്കരുതേ എന്ന് ഈ 3 പേരോടും പറഞ്ഞു. 40 പേര്, 45 പേര്, 40 പേര്, 30 പേര്, 25 പേര്, 20 പേര്, 10 പേരുണ്ടെങ്കിൽ നശിപ്പിക്കല്ലേ എന്ന് പറഞ്ഞു. ആരെയും കണ്ടില്ല. ഈ 3 ദൂതന്മാരില് 2 പേർ നേരെ അന്ന് ലോത്തിന്റെ ഭവനത്തിലേക്ക് ചെന്നു. ആ ഭാഗം ഓർക്കുന്നുണ്ടല്ലോ, ലോത്തിന്റെ ഭവനത്തിലേക്ക് ചെന്നു. ഈ ദൂതന്മാര് 3 പേരും ദൂതന്മാരുടെ വേഷത്തിലാണ് വന്നത്. പക്ഷെ ആരായിരുന്നു അറിയാമോ? പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ. പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ മനുഷ്യനോട് അന്നും ദൈവം മനുഷ്യനോട് ഇടപെട്ടുകൊണ്ടിരുന്നു. അവര് ദൈവത്തിന്റെ വലിയ സാന്നിധ്യം മനുഷ്യനോട് കൂടെ ഉണ്ടായിരുന്നു. ലോത്തിന്റെ അടുത്ത് ചെന്നപ്പോൾ ആ 2 ദൂതന്മാര് ലോത്തിന്റെ അടുത്ത് ചെന്നാൽ ലോത്തിനെയും ഭവനത്തെയും രക്ഷിക്കുന്നതും ലോത്തിന്റെ ഭാര്യ ഉപ്പുതൂണായി പോകുന്നതുമൊക്കെ ഭാഗത്തിലേക്ക് ഞാൻ കിടക്കുന്നുണ്ട്. നമുക്കറിയാം, ആ 3 പേരാണ് അന്ന് അവിടെ വന്നത്, അബ്രഹാമിന്റെ ഭവനത്തിൽ വന്നത്. ആരായിരുന്നു ആ 3 പേര്? പിതാവും പുത്രനും പരിശുദ്ധരും. അവര് ദൂതന്മാരുടെ വേഷത്തിലാണ് വന്നത്. ദൂതന്മാരെ പോലെ തോന്നിക്കത്തക്ക നിലയിലാണ് വന്നത്. ദൈവത്തിന്റെ സാന്നിധ്യം ദൈവം പിൻവലിച്ച് കളയുന്നവനല്ല. ദൈവത്തിന്റെ സാന്നിധ്യം ദൈവം പിൻവലിച്ച് കളയുന്നവനല്ല. അവൻ നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. അവൻ നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, നിത്യപിതാവേ, സ്വർഗ്ഗപിതാവേ, ഞങ്ങളെ വീണ്ടും നിന്റെ വചനം അവിടുന്ന് ഞങ്ങൾക്ക് നൽകി തന്നതുകൊണ്ട്, ഞങ്ങളോട് സംസാരിച്ചത് കൊണ്ട് ദൈവമേ നിന്നെ സ്തുതിക്കുന്നു.
ഞങ്ങളെല്ലാവരും നിനക്ക് കടക്കാരാണ്. കർത്താവേ, നിന്റെ ഈ അത്ഭുതകരമായ സ്നേഹത്തിനായിട്ട്, അത്ഭുതം കൂറുന്ന നിന്റെ ഈ വചനത്തിനായിട്ട് കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഇതിന്റെ ഒരു അംശം മാത്രമേ അറിയുന്നുള്ളൂ. ഇനിയും ഇവിടെയൊക്കെ അറിയുവാൻ എന്തുമാത്രമുണ്ട്. ആ വലിയ സമുദ്രത്തില് കർത്താവേ, ഞങ്ങളൊരു ചെറിയ അംശം മാത്രമേ കണ്ടിട്ടുള്ളൂ. നിന്റെ അപ്രമേയ ജ്ഞാനം, അപ്രമേയ ധനം ഞങ്ങൾ ഓർത്ത് നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് വിളിച്ചു പറയുന്നു. ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് ഞങ്ങൾ വിളിച്ചു പറയുന്നു. നന്മകളും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മേൽ ചൊരിയുന്ന ആ വലിയ സ്നേഹത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ഇടയിലുള്ള രോഗികൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തില് രോഗങ്ങൾ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തില് ആ നട്ടലിന്റെ പ്രോബ്ലം യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. എനിക്ക് കഴിഞ്ഞ ദിവസം എന്നെ ദൈവാത്മാവ് കാണിച്ചു തന്നൊരു വിഷയമാണ്. നട്ടലിന്റെ പ്രോബ്ലം ഉള്ള ആരോ ഇവിടെ ലൈവായിട്ടായിരിക്കാം, അല്ലാതെ ആയിരിക്കാം. നട്ടലിന്റെ പ്രോബ്ലം, ആ വെർട്ടിബ്രെ ഡിസ്ലൊക്കേറ്റ് ചെയ്തു, എന്തോ അതിന് ഉള്ള വേദനയോ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമുള്ള ആളുടെ ആ വെർട്ടിബ്രെ അതിന്റെ യഥാസ്ഥാനത്തേക്ക് മടങ്ങി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളത് കൽപ്പിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ അത് കൽപ്പിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആ സൗഖ്യം ഞങ്ങൾ കൽപ്പിക്കുകയാണ്. ശാപം യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. ശാപം ചില കുടുംബങ്ങളിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുകയാണ്. പാരമ്പര്യമായ ശാപങ്ങള്, പാരമ്പര്യമായ രോഗങ്ങള്, പാരമ്പര്യമായ പ്രശ്നങ്ങള് യേശുവിന്റെ നാമത്തിൽ ഞങ്ങളിപ്പം ബ്രേക്ക് ചെയ്യുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞങ്ങളത് പ്രഖ്യാപിക്കുക. ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിച്ചിരിക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. ദൈവം ഉണ്ടായി കേട്ടുത്തരമേ. ആമേൻ. നമുക്ക് എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും അടുത്ത തിങ്കളാഴ്ച വീണ്ടും ഓൺലൈനിൽ നമ്മൾ